ശ്രീ പ്രശാന്ത്, CJP നടത്തിയ സമരം ഫണ്ടിങ്ങോടുകൂടിയാണെന്നുള്ള വിവരം ഏവർക്കും കൃത്യമായി അറിയാവുന്നതാണ്. അത് പുറത്തു വന്നിട്ട് നാളുകളായി. ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത വരുന്നത്, ഈ സമരം നീട്ടിക്കൊണ്ടുപോയി ഓഗസ്റ്റ് 15-ന് രാജ്യത്ത് വൻ അട്ടിമറി നടത്തുക, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ഒരു നീക്കമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അതിനൊക്കെയുള്ള ഒരു ഒരുക്കം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഖാലിസ്ഥാൻവാദികളായിട്ടുള്ള 3-4 ഭീകരരെ ബോർഡറിനെ പിടിച്ചു. ഇന്നലെ അവിടെ വന്നു പോകുന്നവരെ, ഇത് സമരക്കാർക്ക് വളരെ കഴിഞ്ഞ ദിവസം സമരക്കാർ പോലും അതിന് പ്രതിഷേധം, ഞങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ആണ്. ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടികൾ റൊട്ടേറ്റ് ചെയ്യുന്നതും, ക്യാമറ ഈ സമരസ്ഥലത്ത്, അതായത് 3D ഒരു സാർ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഫേസ് കിട്ടിയാൽ ഉടനെ തന്നെ പോലീസിന് അത് കിട്ടുകയും സാറ് ആരാണെന്ന് മൊത്തത്തിൽ തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യും. അപ്പം അതിനകത്ത് വന്ന ക്രിമിനൽസ് ഏതാണ്ട് 2500ഓളം വളരെ വലിയ വലിപ്പത്തിലുള്ള ക്രിമിനൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരെ ഉടനെ പിടികൂടും. ഇപ്പോൾ CJPയുടെ സമരം നമ്മൾ കണ്ടു. സമരത്തിനകത്ത് ഈ പറയുന്നത് പോലെ കാരണം വെളിയിൽ കേൾക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, നീറ്റ് പരീക്ഷ ക്രമക്കേട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല, നീറ്റ് പരീക്ഷ ക്രമക്കേട് തുടർച്ചയായിട്ട് സംഭവിക്കുന്നു. ഇതിവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളുടെയും ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു രാജ്യത്തിൻ്റെ യുവജനങ്ങളും വിദ്യാർത്ഥികളും തന്നെയാണ് ആ രാജ്യത്തിൻ്റെ അസറ്റ്. എല്ലാം ഓക്കെ, ശരി, ആർക്കും അതിനെ തർക്കമുള്ളത്. അധ്യാപകനായിട്ട് സാറിന് തർക്കമില്ല, വലിയ വലിപ്പത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഉള്ള വിദ്യാഭ്യാസമുള്ള എനിക്കും ആ കാര്യത്തിൽ തർക്കമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനകത്ത് എല്ലാവരും അനുകൂലമാണ്. അപ്പം ഈ ഒരു ന്യായമായ, ഏത് അന്യായം കാണിക്കുന്നതിൻ്റെയും ഫ്രണ്ട് ഫേസ് ന്യായമായിട്ടുള്ളതാണല്ലോ. അങ്ങനെ നിന്നാലേ അന്യായം കാണിക്കാൻ പറ്റത്തുള്ളൂ. പല NGOs നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പം വനത്തിനെ സംരക്ഷിക്കാൻ, കുന്നുകളെ സംരക്ഷിക്കാൻ, മൃഗങ്ങളെ സംരക്ഷിക്കാൻ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വികലാംഗരെ പ്രൊമോട്ട് ചെയ്യാൻ എന്നുള്ളതൊക്കെ വരുന്നിട്ടാണ് വെളിയിൽ നിന്ന് ഫണ്ട് വരുന്നത്. ഫണ്ട് ഉപയോഗിക്കുന്ന വികലാംഗർക്കും വനത്തിനും കുട്ടികൾക്കും മറ്റു പലതിനും അല്ല, രാജ്യവിരുദ്ധർക്കും ഇസ്ലാമിസ്റ്റുകൾക്കും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കൊക്കെ ആണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഈ സമരത്തിൻ്റെ പിറകിൽ ഉള്ള കാരണവും ഇതായിരുന്നു. സമരം തുടങ്ങി, സമരം വയലൻസിലേക്ക് പോയി. സമരത്തിനകത്ത് നമ്മൾ വിചാരിച്ചതുപോലെ CAA സമരത്തിൻ്റെ അകത്ത് ആളുകൾ വന്നു, അവരുടെ മുദ്രാവാക്യമായിട്ട് വന്നു. ഇസ്ലാമിസ്റ്റുകൾ മുത്തലാഖുമായിട്ട് വന്നു. ഈ CAA സമരത്തിനകത്ത് ഇസ്ലാമിസ്റ്റ് കർഷക സമരത്തിനകത്ത് പരാജയപ്പെട്ട്, അല്ലെങ്കിൽ കർഷക സമരം അന്ന് ഒരു കൊല്ലം സമരം കിടന്നിട്ടും ഇവിടെ ഖാലിസ്ഥാൻവാദികളും അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിൽ നിന്ന് മറ്റു പലരും വന്ന് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. നമ്മുടെ റെഡ് ഫോർട്ടിലെ കൊടി ആ രീതിയിൽ നോക്കിയിട്ട് പോലും സംയമനം പാലിച്ച് ആ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഏൽപ്പിച്ച് വന്ന ഖാലിസ്ഥാൻവാദികളെ നോട്ട് ചെയ്ത് അവൻ്റെ പാസ്പോർട്ടും റദ്ദ് ചെയ്ത് അവൻ്റെ ഇങ്ങോട്ട് വരുന്ന ഫണ്ടും കറക്റ്റ് ചെയ്ത് അവനിപ്പോൾ ഇങ്ങോട്ട് സമരത്തിന് വേണ്ട, അവിടെ നിന്നു. അതിനുശേഷം വോട്ട് ചോരി യാത്ര നടത്തി കലാപം ഉണ്ടാക്കാൻ നോക്കി. ഇങ്ങനെ അതുപോലെ സൈനികർക്ക് വേണ്ടിയുള്ള ഈ റിക്രൂട്ട്മെൻറ്റിനകത്ത് കലാപം ഒന്ന് ഉണ്ടാക്കും. അപ്പോൾ ഈ സമരങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് വന്ന നേരത്തെ എല്ലാം പരാജയമായിരുന്നു. ആ പരാജയപ്പെട്ടവർ, അല്ലെങ്കിൽ അഗ്നിവീർ സമരത്തിന് പരാജയപ്പെട്ടവർ, CAA സമരത്തിന് പരാജയപ്പെട്ടവർ, കർഷക സമരത്തിന് പരാജയപ്പെട്ടവർ, മുത്തലാഖ് സമരത്തിന് പരാജയപ്പെട്ടവർ, ബംഗ്ലാദേശിലേക്കും രോഹിംഗ്യ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും തിരിച്ചു കയറ്റി വിടുന്നതിന് പരാജയപ്പെട്ടവരെല്ലാം ഇവിടെ ഒത്തുകൂടി പ്രശ്നമുണ്ടാക്കി കലാപാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി മോദി ഏതാണ്ട് താഴെ വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ ഡൽഹി കലാപത്തിൽ, ഷഹീൻബാഗ് കലാപത്തിലും ഇതുപോലെ ആയിരുന്നല്ലോ. മോദി ഇപ്പം വീഴുമെന്ന് കണ്ടുകൊണ്ടാകുന്നില്ല, മൊത്തം കൂടെ വെളിയിൽ ഇറങ്ങി. കേരളത്തിൽ നിന്ന് വീട്ടമ്മ ഉൾപ്പെടെ മോദിയെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ബ്ലോഗേഴ്സ് മൊത്തം ഇറങ്ങി. രഞ്ജിനി ഗരുദാസ് കിടന്ന് തുള്ളിച്ചാടുന്നു, അല്ലെങ്കിൽ നടന്മാർ മൊത്തം ഇറങ്ങി. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായപ്പോൾ ഇതിനകത്ത് ഒരു സർവേയും കൂടെ നടത്തിയപ്പോൾ ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് ധർമ്മേന്ദ്ര പ്രധാനെ വെച്ചുകൊണ്ട് പോകുന്നതിനകത്ത് അല്ലെങ്കിൽ ആർക്കും അഭിപ്രായമില്ല. അതിനകത്തൊരു എതിർപ്പുണ്ട്. എതിർത്തതിനകത്ത് ന്യായവും അന്യായവും ഉണ്ട്. ഇവരുടെ ഭാഗം നിൽക്കുന്നവരുണ്ട്. അല്ലാടുത്തിടെ എൻ്റെ അഭിപ്രായം തന്നെ, ധർമ്മേന്ദ്ര പ്രധാനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. അയാൾ എന്തിനിരുന്ന അയാൾ എത്ര വലിയ നേതാവായാലും അയാളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല വിദ്യാർത്ഥികൾ എത്രയോ ലക്ഷം പാവം പിടിച്ച വീട്ടിലെ കുഞ്ഞുങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പോകില്ല വിശ്വസിച്ച്. ഇവിടുത്തെ സ്വാധീനമുള്ളവനെ എടുത്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി ആർക്കെങ്കിലുമൊക്കെ അർഹതയില്ലാത്തതിനെ ഡോക്ടർമാരാക്കാനും മറ്റേനും മറിച്ചും അതിനകത്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ വെളിയിൽ പോകണം. ആ അഭിപ്രായമുള്ളവരുണ്ട്, മനസ്സിലായില്ലേ? ആ അഭിപ്രായമുള്ള ന്യായമായിട്ടുള്ളവർ പോലും CJP സമരത്തിന് അറിയാതെ അനുകൂലിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മനസ്സിലാക്കി അതിനകത്ത് ന്യായവും അന്യായം മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി ഇന്നത്തെ നേരിട്ടിറങ്ങിയത്. ഒരു നേതാവ് ഇറങ്ങാത്ത കാര്യം അദ്ദേഹം ചെയ്തത്. നേരിട്ടിറങ്ങി 2 വീഡിയോ ഇട്ടപ്പോഴത്തേന് കഴിഞ്ഞ ദിവസത്തെ 5 മണിക്കൂർ കൊണ്ടുള്ള റീച്ചാണ് ഞാൻ 133 പറഞ്ഞു. ഇപ്പം അദ്ദേഹത്തിന് ആ വിഷയത്തിനകത്ത്
സംബന്ധിച്ചേക്കുന്ന ആൾക്കാരുടെ എണ്ണം കോടാനുകൂടി, ഏതാണ്ട് ഒട്ടുമുക്കാലും ഇന്ത്യയിലെ ജനങ്ങൾ മൊത്തം ഏകദേശം അതിനകത്ത് സംബന്ധിച്ചു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം വീഡിയോ ഡയറക്റ്റ് സംബന്ധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ താല്പര്യം പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇയാളെ രാജി വെപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. ഞാനീ പറഞ്ഞില്ലയോ, ഇതിനകത്ത് ഇതിൻ്റെ ഉദ്ദേശം ഇത്ര പെട്ടെന്ന് ഒരുപക്ഷെ വാശി പിടിപ്പിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് വാശിയാണല്ലോ, BJP തോറ്റു കൊടുക്കുന്നൊരവസ്ഥയില്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങൾ എഴുത്തില്ലേ തോറ്റുപോയെന്ന്. തോറ്റു കൊടുത്തതിന് വേറെ കാരണമുണ്ട് സാറേ. ഈ സമരം നീട്ടുകൊണ്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം. ഈ സമരം കലാപത്തിലെത്തിക്കാനായിരുന്നു ഇതിനെ അഭിജിത്ത് പറഞ്ഞു വിട്ടത്. ഈ സമരം രാജ്യവ്യാപകമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു വിട്ടത്. ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് ആയതുകൊണ്ട് മറ്റു പല ബാക്കി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും നടക്കാത്തതുകൊണ്ടുമാണ് ഇത് പെട്ടെന്ന് വ്യാപിക്കാഞ്ഞത്. ഈ സമരം നീട്ടിക്കൊണ്ടുപോയി ആഗസ്റ്റ് 15 വരുന്ന സ്വാതന്ത്ര്യദിന പരേഡിനകത്ത് അട്ടിമറി നടത്താനും ഒരു പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഉൾപ്പെടെ മനസ്സിലാകുന്നുണ്ടോ രാജ്യത്തൊരു ആഭ്യന്തര കലാപം മാത്രമല്ല, മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെ മരിച്ചിട്ടുണ്ടല്ലോ. അറിയാവല്ലേ, ഇന്ദിരാഗാന്ധി മരിച്ചിട്ടുണ്ട്, രാജീവ് ഗാന്ധി മരിച്ചിട്ടുണ്ട്, അമേരിക്കയ്ക്ക് പ്രധാനമന്ത്രിമാർ എത്ര വട്ടം വെടിവെച്ച് മരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിനകത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തവണ ഓഗസ്റ്റ് 15 അതീവ സുരക്ഷയിലെ ഓഗസ്റ്റ് 15 നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളൂ. ഓഗസ്റ്റ് 15-നകത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും വലിയ സുരക്ഷ, അതാണ് അന്ന് അട്ടിമറി നടത്താൻ ഏറ്റവും വലിയ വലിപ്പത്തിൽ പാകിസ്ഥാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ്. അന്ന് നടന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ, നമ്മുടെ രാജ്യസുരക്ഷയെ നമ്മുടെ മൊത്തവും സുരക്ഷാ സംവിധാനങ്ങളെയും പുറത്തെടുത്ത് കാണിക്കുന്ന ദിവസമാണ്. അതിനകത്ത് അട്ടിമറി നടത്താന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ സുരക്ഷ, ലോകത്തിന് മുമ്പിൽ നമ്മളൊന്നും. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം ഇതിന്റെ പുറകിൽ നടന്നുകൊണ്ട് വരുന്നായിരുന്നു എന്ന് ഈ പറയുന്ന ചില ആൾക്കാരെ പിടിച്ചതിന് ശേഷം മനസ്സിലായി. അതായത് ആഭ്യന്തര വിഷയമായതുകൊണ്ട് അതൊന്നും വെളിയിൽ വിടുന്നില്ല. വിദ്യാർത്ഥികളെയും യുവജനങ്ങളുടെയും സമരം അല്ലെങ്കിൽ അവരുടെ സമരത്തിന് അത് ന്യായമുണ്ടെന്ന് കണ്ട് അത് സമരം തീർക്കുന്നതിന് വേണ്ടി സമര അനുകൂലികളുടെ CJP-ക്കാരുടെ ഈ RSS ഇത് മുൻകൂട്ടി മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം RSSന്റെ നിർദ്ദേശം അനുസരിച്ചുകൂടിയാണോ ധർമ്മേന്ദ്രയുടെ രാജി ഉണ്ടാകുന്നത്? അല്ല, അതിനകത്ത് കാര്യമില്ല സാറേ. കഴിഞ്ഞ ദിവസം RSS പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന പ്രസ്താവന അതിൻ്റെ അല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല. മോഹൻ ഭഗത് വേറൊരു വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിക്കകത്ത് പങ്കെടുത്തു. അത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു ഗുണമാണ്. ആ പരിപാടിക്കകത്ത് അദ്ദേഹം പറഞ്ഞ വാചകം അത് ഈ പാറ്റാ സമരമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതല്ല. അത് എവിടെ പറഞ്ഞു എന്നില്ലല്ലോ, RSS മേധാവി പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കും പാറ്റകളുടെ സമരത്തിന് RSS BJP അല്ലെങ്കിൽ മോദിക്ക് എതിരായിട്ടാണ് അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എതിരായിട്ടാണ്. അപ്പോൾ അവർ നിർദ്ദേശം കൊടുത്തതനുസരിച്ചാണ് ഇപ്പം രാജിവെച്ചിരിക്കുന്നത്. അതായത് 2024 തൊട്ട് നരേന്ദ്രമോദി അനുകൂലിക്കുന്ന ഒരു അവസ്ഥ RSSനില്ല, BJP-ക്കില്ല, മറ്റു പലതിനും ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യം ഇപ്പോഴും നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് വന്ന പ്രസ്താവന RSSന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് മോഹൻ ഭഗത് ഏത് സ്ഥലത്താണ് ഇന്ത്യയിൽ തന്നെ ഒരിടത്ത് ഒരു വലിയൊരു സെമിനാർ, അതായത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വലിയൊരു സെമിനാർ നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പ്രസംഗിച്ച പ്രസംഗത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വന്നതാണ്. ആ വിദ്യാർത്ഥികളെടുത്ത് പറഞ്ഞ ഉപദേശം അല്ലെങ്കിൽ അവരെ കേൾക്കണം, ഡിറ്റേഷൻ പോലെ അങ്ങനത്തെ ഞാൻ ഓർക്കുന്നില്ലല്ലോ അത് വന്നത്. അല്ലാതെ അതിനകത്ത് അത് പാറ്റകൾക്ക് വേണ്ടി ഈ പറഞ്ഞതുപോലെ ഇപ്പം നടക്കുന്ന സമരം ന്യായമാണെന്നും ആ സമരത്തിനകത്ത് അനുകൂലമായിട്ട് നിൽക്കണമെന്നും അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ ഭാഗം നിൽക്കുന്നതെന്നും അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാത്തതെന്നും ഉള്ള ഒരു ഇത് മനസ്സിലാകുന്നില്ല. അന്യായം ആണ് BJP സർക്കാർ, അത് RSSന് പോലും സഹിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ളൊരു സാധനം. അത് യഥാർത്ഥത്തിൽ അത് അവിടെ വേണ്ടിയുള്ളതല്ല. ഏതായാലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘവീക്ഷണത്തോട് തോറ്റു മോദി തോറ്റു. പക്ഷേ മോദി തോറ്റതല്ല, മോദി വളരെ ദീർഘവീക്ഷണത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതായത് വലിയൊരു പ്ലാനിങ്, ഡീപ് സ്റ്റേറ്റിൻ്റെ പ്ലാനിങ്, അമേരിക്കയുടെ പ്ലാനിങ്, ചൈനയുടെ പ്ലാനിങ്, പാകിസ്ഥാൻ ഹാൻഡിലുകൾ കഷ്ടപ്പെട്ട ഒരു വിഷയം ഇവിടുത്തെ CJP-ക്കാരനെ കൊണ്ടുവന്ന് ഇവിടെ അവനെയും കൊണ്ട്, അതായത് ഇറങ്ങി വരൂ ജൻസി എന്ന് വളരെ വിളിച്ചിട്ട് പോലും ഇറക്കാൻ പറ്റാത്ത, സംഘടിപ്പിക്കാൻ പറ്റാത്ത, യുവജനങ്ങളെ കൊണ്ട് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ പറ്റാത്ത രാഹുൽ ഗാന്ധിക്കും ഒരു പ്രതീക്ഷ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്നലെ ഇന്ത്യയെ ജയിപ്പിക്കാൻ വേണ്ടി തോറ്റുകൊടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയെ ജയിപ്പിക്കാൻ മോദി തോറ്റുകൊടുത്തു. കാരണം ആഗസ്റ്റ് 15-നകത്ത് പോലും അട്ടിമറി നടത്താൻ ശ്രമം നടന്നിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം ഈ CJP സമരത്തിന്റെ പിറകിൽ വരുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.